നമസ്കാരം. അംജി മുംബൈയുടെ സംഗീത സാന്ദ്രമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോൾഡൻ വോയിസിനെ ആഘോഷമാക്കി മുംബൈ. CBD കൈരളി കൾച്ചറൽ കോംപ്ലക്സിൽ നടന്ന പരിപാടി പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായി. രാവിലെ നടന്ന ഗോൾഡൻ വോയിസ് ഗ്രാൻഡ് ഫിനാലയുടെ ഉദ്ഘാടനം ബദലാപൂർ ശ്രീരാമദാസ ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. മുൻ NMMC ചെയർമാൻ സാബു ദാനിയൽ, കൈരളി കൾച്ചറൽ അസോസിയേഷൻ ട്രഷറർ G കോമളൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പ്രമുഖ സംഗീതജ്ഞൻ കാവാലം ശ്രീകുമാർ, ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് ജനാർദ്ദൻ പുതുശ്ശേരി, അംജി മുംബൈ ഡയറക്ടർ പ്രേംലാൽ, ഗോൾഡൻ വോയിസ് കോർഡിനേറ്റർ P സത്യൻ, വിധികർത്താക്കളായി എത്തിയ പിന്നണി ഗായകൻ ബാബുരാജ് മേനോൻ, പ്രീതി വാര്യർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംസ്കാരത്തിന്റെ ഒരു വലിയ കരുത്തായി അംജി മുംബൈ മലയാളികളുടെ അഭിമാനമാണ്. ഒരു സംസ്കാരം നഷ്ടപ്പെട്ടാൽ എല്ലാം ഇല്ലാതാകും. സംസ്കാരം വളർത്തിയെടുത്താൽ ലോകം ഒരു കുടുംബമായി മാറും. മുംബൈ മലയാളികളുടെ സ്പന്ദനമായ അംജി മുംബൈക്ക് വേദിയൊരുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് NMMC മുൻ ചെയർമാൻ സാബു ദാനിയൽ അഭിപ്രായപ്പെട്ടു. മുംബൈ മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറിയ അംജി മുംബൈക്ക് ആശംസകൾ നേർന്നാണ് ഡോക്ടർ ഉമ്മൻ ഡേവിഡ് മടങ്ങിയത്. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ഗോൾഡൻ വോയിസ് ഗായിക ദേവിക അഴകേശന് സ്മരണാഞ്ജലി അർപ്പിച്ചാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്. ദേവികയുടെ മാതാപിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് നടന്ന മെലഡി റൗണ്ടിൽ 10 മത്സരാർത്ഥികൾ മാറ്റുരച്ചു. ഒന്നിനൊന്നും മെച്ചപ്പെട്ട പ്രകടനങ്ങളുമായി എത്തിയ ഗായകർ മലയാളത്തിലെ ഇമ്പമേറിയ ഗാനങ്ങൾ ആലപിച്ച് മത്സരത്തെ ആവേശത്തിലാക്കി. പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാർ, പിന്നണി ഗായകൻ ബാബുരാജ് മേനോൻ, സ്റ്റാർ സിംഗർ ഫെയിം പ്രീതി വാര്യർ എന്നിവർ വിധികർത്താക്കളായിരുന്നു. രണ്ടാം റൗണ്ട് മത്സരത്തിനൊടുവിൽ ഗോൾഡൻ വോയിസ് സീസൺ 2 വിജയകിരീടം നമിത മേനോൻ സ്വന്തമാക്കി. 2ാം സ്ഥാനം നേടിയത് സൂരജ് രമണൻ. മത്സരിച്ച 10 ഗായകരും മികച്ച പ്രകടനങ്ങളുമായി വേദിയെ വിസ്മയിപ്പിച്ചപ്പോൾ വിജയിയെ തിരഞ്ഞെടുക്കാൻ വിധികർത്താക്കളും പാടുപെട്ടു. രാവിലെ മെലഡി റൗണ്ടിൽ മാറ്റുരച്ച് ഇമ്പമുള്ള ആലാപന മികവുമായി മത്സരാർത്ഥികൾ തിളങ്ങിയപ്പോൾ നാടൻപാട്ട് റൗണ്ടിൽ ഇവരെല്ലാം പൂണ്ടു വിളയാടുകയായിരുന്നു. തുഞ്ചൻ പറമ്പിലെ നാട്ടുപാട്ടുമായി പുഞ്ചിരി തൂക്കിയെത്തിയ നമിത മേനോൻ പാട്ടിന്റെ ഈണത്തിനും താളത്തിനുമൊപ്പം ചുവടുകൾ വെച്ച് നടന്നു കയറിയത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു. കേൾക്കണോ പ്രിയ കൂട്ടരേ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. രണ്ട് റൗണ്ടിലും കൂടി 496 മാർക്കാണ് വസായിൽ നിന്നെത്തിയ നമിത സ്വന്തമാക്കിയത്. തൊട്ടടുത്ത് തന്നാരോ തന്നാരോ പാടിയും കാണികളോട് സംവദിച്ചുമാണ് പൻവേലിലെ സൂരജ് രമണൻ 470 മാർക്ക് നേടി തന്റെ 2ാം സ്ഥാനം ഉറപ്പാക്കിയത്. തന്നാരോ തന്നാരോ എന്ന നാടൻ പാട്ടിന്റെ താളവും പ്രത്യേക ഈണവുമായി സൂരജ് രമണൻ എത്തിയത് രണ്ടും കൽപ്പിച്ചായിരുന്നു. ൂറ്റി മാർക്കോടെ ഗുജറാത്തിൽ നിന്നെത്തിയ ഇഷാനി ലക്ഷ്മി തൊട്ടടുത്തെത്തി.
ചുരുട്ടിയിട്ട് കൈയൊന്ന് നീട്ടിക്കോതേ തന്തിന്ന 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 താരോ. സന്നിധിയും നിഷാരാജനും 4ഉം 5ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ഇങ്ങോട്ട് നോക്ക് എന്ന നാടൻ പാട്ടുമായാണ് ബോറിവലിയിൽ നിന്നും സന്നിധി എത്തിയത്. പഴയ കാലത്തെ തീണ്ടലിനെയും തൊട്ടുകൂടായ്മയും ചിട്ടപ്പെടുത്തിയ എന്ത് തന്റെ തീണ്ടൽ എന്ന നാടൻ പാട്ടുമായി വന്നത് ഡോംബുവിലിയിൽ നിന്നുമെത്തിയ നിഷാരാജനാണ്. ഇക്കുറി ഗോൾഡൻ വോയ്സ് നാടൻ പാട്ട് റൗണ്ടിനായി പ്രത്യേകം ചിട്ടപ്പെടുത്തിയ നാടൻ പാട്ടുകളെ ഇരുകൈയും നീട്ടിയാണ് പ്രൗഢഗംഭീരമായ സദസ് ഏറ്റെടുത്തത്. തിരക്കുകൾക്കിടയിലും ആദ്യാവസാനം പാട്ടുകൾ ആസ്വദിച്ച് മറുനാട്ടിലെ പ്രതിഭകൾക്ക് ആവേശം പകർന്നും ഇവരെല്ലാം മത്സരത്തെ ആഘോഷമാക്കി. ചെട്ടിക്കുളങ്ങരയിലെ കുത്തുപാട്ടിന്റെ ഈണവുമായി എത്തിയ ശ്രീകുമാർ മാവേലിക്കരയായിരുന്നു പ്രായഭേദമന്യേ സംഘടിപ്പിച്ച മത്സരത്തിലെ മുതിർന്ന മത്സരാർത്ഥി. മറുനാട്ടിലെ മലയാളി പ്രതിഭകളുടെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട പ്രകടനങ്ങൾക്കായിരുന്നു ഗോൾഡൻ വോയ്സ് മത്സരവേദി സാക്ഷ്യം വഹിച്ചത്. ആദ്യഘട്ട മത്സരത്തിന് ശേഷം ഉച്ചയോടെയായിരുന്നു കുട്ടിക്കലാശത്തിന് വേദിയൊരുങ്ങിയത്. നാടൻപാട്ട് മത്സരത്തിന് ശേഷം വിജയികളെ പ്രഖ്യാപിച്ചു. നാടൻപാട്ടിലെ വടക്കൻ പാട്ടുകാരനായ റംഷി പട്ടുവുമാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത്. മുംബൈയിലെ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരനായ കളത്തൂർ വിനയനാണ് 2 ദിവസങ്ങളായി നടന്ന പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ഇതാദ്യമായാണ് ടെലിവിഷൻ മ്യൂസിക് റിയാലിറ്റി ഷോയ്ക്കായി പാട്ടുകൾ പ്രത്യേകം ചിട്ടപ്പെടുത്തുന്നത്. തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്കെല്ലാം സർട്ടിഫിക്കറ്റും മൊമന്റോയും നൽകി അനുമോദിച്ചു. LIC മാനേജിംഗ് ഡയറക്ടർ ബി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ, എൻ്റെ മകൻ ഉൾപ്പെടെ കൊറിയൻ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അതിനേക്കാളും ജോഷ് കിട്ടുന്ന പാട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത്. ഈ അംശി മുമ്പേ കാണുന്ന കുട്ടികൾ പലരും ഭാവിയിൽ കൊറിയൻ പാട്ടോ അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ സംഗീതമോ വിട്ട് നമ്മുടെ നാടൻ പാട്ടിലേക്ക് വരും എന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. മലയാളി മനസ്സിൽ പാടിപ്പതിഞ്ഞ പാട്ടിനെ പുനരാവിഷ്കരിച്ചാണ് ബി വേണുഗോപാൽ മത്സരാർത്ഥികൾക്ക് പ്രചോദനം നൽകിയത്. താനേ പാടാത്ത തന്ത്രികളുണ്ടോ, താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ, അഞ്ചുഭാഷം മണിയർ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം.
വിജയികൾക്ക് അനുമോദനമായി ഡോക്ടർ സുനിൽകുട്ടി വേദി പങ്കിട്ടു. LIC ഓഫ് ഇന്ത്യയും ഗുഡ്വിൻ ഗ്രൂപ്പും മുഖ്യ പ്രായോജകരായിരുന്നു. വളരെ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസ് ആയിരുന്നു നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ എല്ലാ കടിഞ്ഞാണും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് മാതാപിതാക്കൾക്ക് നമ്മളുടെ മക്കൾ ഏറ്റവും വലിയ അഭിവൃദ്ധിയിൽ എത്തുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. പ്രത്യേകിച്ച് അംശി മുംബൈ ഇന്ന് ഇവിടെ നടത്തിയ ഈ പ്രോഗ്രാം LICക്കും ഗുഡ്വിനും സഹകരിക്കാൻ പറ്റിയത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ സംഗീതത്തിൻ്റെ നല്ല അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്നതിന് വലിയൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. യുണീക്കോ എഞ്ചിനീയറിംഗ് ഇവന്റ് പാർട്ട്ണർ ആയിരുന്നു. ഇനി 500 അല്ല, ഒരു 5000 എപ്പിസോഡ് ഉണ്ടാവട്ടെ. വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് 500ന്റെ നിറവിൽ നിൽക്കുന്ന അംജി മുംബൈയുടെ ജൈത്രയാത്രയുടെ അടയാളപ്പെടുത്തൽ കൂടിയായി ഗോൾഡൻ വോയ്സ് സീസൺ 2 മത്സരവേദി. 3 പതിറ്റാണ്ടുകളായി മുംബൈ കലാസാംസ്കാരിക രംഗത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് അംജി മുംബൈയുടെ വേദിയിൽ കലാപ്രതിഭകളെയും ആദരിച്ചു. മഹാനഗരത്തിൽ കഥകളിയിലെ പെൺപെരുമയാണ് താരാവർമ്മ. ക്ലാസിക്കൽ നൃത്തരൂപത്തിനോടൊപ്പം കാലാന്തരമായി പരിഷ്കാരങ്ങളിലൂടെ സഞ്ചരിച്ച കലാകാരിയെ പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാറും ചലച്ചിത്രതാരം ശ്രീധന്യയും ചേർന്ന് പുരസ്കാരം നൽകി ആദരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അവാർഡായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കലാകാരന്മാർക്ക് കിട്ടുന്ന പ്രോത്സാഹനമാണ് ഏറ്റവും വലിയ ആവശ്യം. ഗോൾഡൻ വോയ്സ് മ്യൂസിക് റിയാലിറ്റി ഷോ ഗ്രാൻഡ് ഫിനാലെയിൽ വിശിഷ്ടാതിഥിയായാണ് ചലച്ചിത്രതാരം സുദേവ് നായർ എത്തിയത്. ആദ്യ മലയാള ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ മുംബൈ മലയാളികൾക്ക് അഭിമാനമായ താരത്തെ വേദിയിൽ ആദരിച്ചു. കേരളത്തിൽ മാത്രമല്ല, മുംബൈയിലെ മലയാളീസും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അംചി മുംബൈ എന്ന പ്രോഗ്രാം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിന് മുമ്പേ എപ്പോഴും എൻ്റെ അടുത്ത് കോൺടാക്ട് ഉണ്ടാവലും എന്നെ സപ്പോർട്ട് ചെയ്യലും ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്തും ഏറ്റവും ആദ്യം എൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നത് അംചി മുംബൈയിലെ പ്രേംലാൽ സാറായിരുന്നു. 3 പതിറ്റാണ്ടായി മുംബൈ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായ ഗായകരെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. രാഗലയ വിജയകുമാർ, നടൻ, സംവിധായകൻ, സംഗീതജ്ഞൻ എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച പ്രേംകുമാർ, നടനും കവിയും ഗായകനുമായ മധു നമ്പ്യാർ, ഗായകൻ സെബാസ്റ്റ്യൻ എന്നിവരെയാണ് ചടങ്ങിൽ കാവാലം ശ്രീകുമാറും ശ്രീധന്യയും ചേർന്ന് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. ഗോൾഡൻ വോയ്സ് സംഗീത പരിപാടിയിൽ വിധികർത്താക്കളായി എത്തിയ പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാർ, ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് ജനാർദ്ദനൻ പുതുശ്ശേരി, ചലച്ചിത്ര താരം ശ്രീധന്യ, പിന്നണി ഗായകൻ ബാബുരാജ്, ഗായിക പ്രീതി വാര്യർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മറുനാട്ടിലെ ആദ്യ മ്യൂസിക് റിയാലിറ്റി ഷോയെ അവിസ്മരണീയമാക്കുന്നതിൽ പങ്കുവഹിച്ച കോർഡിനേറ്റർ പി സത്യൻ, പരിശീലകരായ റംഷി പട്ടുവും വിനയൻ കളത്തൂർ, പശ്ചാത്തലമൊരുക്കിയ താപം ഗ്രാമവേദി കലാകാരന്മാരെയും അനുമോദത്തിന്റെ പൂച്ചെണ്ടുകൾ നൽകി ആദരിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് നിസ്വാർത്ഥ പ്രവർത്തനം കാഴ്ചവെച്ച ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. ഐമ ഭാരവാഹികളായ അപ്രേം, AN ഷാജി, G കോമളൻ, അഡ്വക്കേറ്റ് പത്മ ദിവാകർ, KT നായർ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. ഐമയ്ക്ക് മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയ ഒരു പ്രളയമുണ്ടായ അവസരത്തിൽ കേരളത്തിലേക്ക് പണം സമാഹരിക്കുവാനും അതോടൊപ്പം ഭിന്നശേഷി ഉള്ള അന്ധരായ കുറേ കലാകാരന്മാർക്ക് അവസരം കൊടുക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. കേരളത്തിലെ 134 കുട്ടികളെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 500 എപ്പിസോഡ് പിന്നിടുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ 2018 പുരസ്കാരത്തിന് സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തിയ കൃഷ്ണൻകുട്ടി നായർ അർഹനായി. മകളുടെ വിവാഹ ചെലവുകൾ ചുരുക്കി നിർദ്ധരായ 13 കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയാണ് കൃഷ്ണൻകുട്ടി നായർ മാതൃകയായത്. കുടുംബസമേതം എത്തിയാണ് മുംബൈ മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഞാൻ മാത്രം ഈ അവാർഡ് വാങ്ങിയാൽ അത് ശരിയാവില്ല. കാരണം ഇവരുടെ രണ്ടാളുടെയും എൻ്റെ ഫാമിലിയുടെ മുഴുവൻ സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെറുതായാലും വലുതായാലും ഞാൻ ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ അവരെ കൂടി സ്റ്റേജിലേക്ക് വിളിക്കണം. അവരും കൂടി ഇതിൽ പങ്കാളികളാണ്. അവരും ഇതിന് അർഹതപ്പെട്ടവരാണ്. 500ന്റെ നിറവിൽ നിൽക്കുന്ന അംജി മുംബൈ എന്ന സമകാലിക വാർത്താധിഷ്ഠിത പരിപാടിയുടെ അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ആശിഷ് എബ്രഹാം, ഗിരിജ മേനോൻ, ജോവിൻഡോ ജോജി, വിനയ് കുമാർ, മനോജ്, സുകേഷ് പൂക്കുളങ്ങര, ഹൃദിക് ചന്ദ്രൻ, ശിവൻ എന്നിവരാണ് മുംബൈ മലയാളികളുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ ഷോയുടെ അണിയറ പ്രവർത്തകർ. അംജി മുംബൈയുടെ മുഖ്യ പ്രായോജകരെയും അഭ്യുദയകാംക്ഷികളെയും ചടങ്ങിൽ ആദരിച്ചു. 500ന്റെ നിറവിൽ നിൽക്കുന്ന അംജി മുംബൈ എന്ന മുംബൈ മലയാളികളുടെ സ്വന്തം വാർത്താധിഷ്ഠിത വിനോദ പരിപാടിയുടെ ജൈത്രയാത്രയുടെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു മത്സരവേദി. 500ന്റെ നിറവിൽ നിൽക്കുന്ന അംജി മുംബൈയുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മുംബൈ നർത്തകിയായ ഡിംപിൾ ഗിരീഷിന്റെ മോഹിനിയാട്ടത്തോടെയാണ്. ഗുരു
ഉദ്യോഗമണ്ഡൽ വിക്രമപിള്ളയുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാർ ഡിംപിളിനെ ആദരിച്ചു. വിരാറിൽ നിന്നെത്തിയ വൈശാഖ് തന്റെ ദൂരദർശൻ ഡാൻസിന് ചുവടുകൾ വെച്ചാണ് കാണികളെ രസിപ്പിച്ചത്. ടിക്ടോക്കിലൂടെ നവമാധ്യമങ്ങളിൽ വൈറലായ വൈശാഖിനെ LIC MD B വേണുഗോപാൽ അനുമോദിച്ചു. ഗോൾഡൻ വോയ്സ് ആദ്യ സീസണിലെ മത്സരാർത്ഥികളായിരുന്ന മല്ലികാ ഭരതൻ, രാഹുൽ മുരളീധരൻ, അഞ്ജലി നായർ, ജന്യ നായർ, അമൃത നായർ തുടങ്ങിയവരും ഗാനങ്ങൾ ആലപിച്ചാണ് രണ്ടാം ഘട്ട മത്സരവേദിയെ ആവേശത്തിലാക്കിയത്. ഗോൾഡൻ വോയിസിന്റെ രണ്ടാം സീസണിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും എല്ലാ ആശംസകളും വിജയാശംസകളും നേരുന്നു. കേരളത്തിനെയും അതുപോലെ തന്നെ മുംബൈയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു എഫർട്ടാണ് നമ്മുടെ അംചി മുംബൈ ഇവിടെ ചെയ്യുന്നത്. കേരളത്തിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുകയും മുംബൈയെ കേരളമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ സംരംഭത്തിൽ പങ്കുചേരാനും അതിനോടൊപ്പം നിൽക്കാനും സാധിച്ചതിന് അതീവമായ ചാരിതാർത്ഥ്യമുണ്ട്. കാവാലം ശ്രീകുമാറും പ്രീതി വാര്യറും പുതുശ്ശേരി ജനാർദ്ദനും ഇഷ്ടഗാനങ്ങൾ ആലപിച്ച് കാണികളുടെ കയ്യടി നേടി. ഇവിടെ വന്ന് ശ്രീകുമാർ സാറുടെ ഒപ്പം ഇരിക്കാൻ ഇറ്റ്സ് എ ബിഗ് ഓണർ ഫോർ മീ. ശരിക്കും പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്തു. ഞാൻ എൻ്റെ പണ്ടൊക്കെ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ എന്താ പാടുന്നൊരു പിടി കിട്ടുന്നില്ല. ഞാനിപ്പോൾ നോക്കട്ടെ, ഒരു രണ്ടുപേരി പാടാം. അങ്ങനെ അങ്ങനെ പള്ളിവാല പ്രേംലാലിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെയാണ് അംജി മുംബൈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 500ാമത് എപ്പിസോഡ് ആയി നിൽക്കുന്ന ഈ അവസരത്തിൽ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അംചി മുംബൈയുടെ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി എല്ലാ ബുധനാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈരളി ടിവിയിലും.